Hi, welcome to my YouTube channel. Welcome to Learn Digital Marketing with Digital Sri. Okay. So, ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എന്തുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു നെക്സ്റ്റ് ബിഗ് തിങ് ആയി മാറി, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഡിജിറ്റൽ മാർക്കറ്റ് ജോബ്സ് ഇൻ ഇന്ത്യയിൽ ഡിജിറ്റൽ മാർക്കറ്റ് ജോബ്സ് എന്തൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ആർക്കൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റുക, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റുക. അപ്പോൾ ഇതിനെ പറ്റിയുള്ളൊരു ചെറിയൊരു സെഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. സോ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? സോ നമുക്ക് ഓൾറെഡി അറിയുന്നൊരു കാര്യമാണ് എന്ത് മാർക്കറ്റിംഗ് അല്ലേ. നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ എന്താണ് മാർക്കറ്റിംഗ് കണ്ടു വളർന്നുണ്ടാവും. നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ കാണുന്ന പല തിങ്സും എന്താ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ് അല്ലേ. സോ മാർക്കറ്റിംഗ് ഇല്ലാണ്ട് ഒരു ബിസിനസ്സിനോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനോ ഒരു സർവീസിനോ നിലനിൽക്കാൻ പറ്റില്ല ആണല്ലോ. അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റിനും ഏതൊരു സർവീസിനും മാർക്കറ്റിംഗ് നിർബന്ധമാണ്. എന്നാൽ മാത്രമേ അവരുദ്ദേശിക്കുന്ന ഒരു കൺസ്യൂമറിന്, അവരുദ്ദേശിക്കുന്ന ഒരു കസ്റ്റമറിന് അവരെ പ്രൊഡക്റ്റോ സർവീസോ ലഭിക്കുകയുള്ളൂ, കറസ്പോണ്ടിങ് അവർക്കൊരു ഇൻകം വരുന്നുള്ളൂ, അല്ലെങ്കിൽ റവന്യൂ ഡെവലപ്പ് ആവുന്നുള്ളൂ അല്ലേ. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ദ കോമ്പണൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് that utilizes internet and online based digital technologies such as desktop computers, mobile phones and other digital media and platforms to promote products and services. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ ആ ഒരു മെത്തഡോളജിയാണ് വിളിക്കുന്നത് വരുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. സോ എന്തുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റ് ഒരു നെക്സ്റ്റ് ബിഗ് തിങ് ആയി മാറി, എന്തുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റ് നെക്സ്റ്റ് ബിഗ് തിങ് ആയി മാറി എന്നാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് കാണാൻ പറ്റും, ഒരു ബിഫോർ കോവിഡും ഒരു ആഫ്റ്റർ കോവിഡും. അപ്പോൾ നിങ്ങൾ പലരും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവുക ഈ കൊറോണ സിറ്റുവേഷൻ ശേഷമായിരിക്കും, മേ ബി എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുകയാണ് ബിഫോർ കോവിഡും ഒരു ആഫ്റ്റർ കോവിഡിനും ശേഷമുള്ള ഒരു ഗ്രാഫാണ് ഇവിടെ കാണിച്ചത്, കാണാം അല്ലേ. ഇപ്പോൾ വെബ്സൈറ്റ്, ഇമെയിൽ, വേർഡ് ഓഫ് മൗത്ത്, ഡയറക്റ്റ് സെയിൽസ്, അഡ്വർടൈസിങ്, വെബിനാറിൽ, ട്രേഡ് ഷോസ്, ഇവിടെയുള്ള ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ COVID-19 സിറ്റുവേഷനിലെ റാപ്പിഡ് ആക്സിലറേഷൻ ഇൻ ദി ഡിജിറ്റൽ മാർക്കറ്റ് ഇൻഡസ്ട്രി കാണാൻ പറ്റും. അപ്പോൾ വെബ്സൈറ്റിനും ഇമെയിലിനും അതുപോലെ ഡിജിറ്റൽ അഡ്വർടൈസിങ്ങിനും ഉള്ള ആ ഒരു ഗ്രോത്ത് നിങ്ങൾക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റും ഇല്ലേ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിക്കുന്ന നിങ്ങൾക്കൊരു അഡ്വർടൈസിംഗ് ആണ്, എന്ന് വെച്ചാൽ ഒരു ട്രഡീഷണൽ അഡ്വർടൈസിങ് സ്പെൻഡിങ്ങും അതുപോലെ ഡിജിറ്റൽ അഡ്വർടൈസിങ് സ്പെൻഡിങ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ US മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഉണ്ടായത് കാണിക്കുന്നത്. ഓക്കെ. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന കാര്യമാണ് 2018 മുതൽ 2021 മുതൽ US ഒരു ആഡ് സ്പെൻഡിൻ്റെ ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. ട്രഡീഷണൽ മീഡിയം എന്താണെന്ന് പറഞ്ഞുതരാം, ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞുതരാം. 2020 നോക്കുമ്പോൾ $172 ബില്യൺ ആണ് ഏകദേശം എന്തിനു വേണ്ടി സ്പെൻഡാക്കിയത്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് മാത്രം സ്പെൻഡാക്കിയത്. നിങ്ങൾ ഇന്ത്യൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എന്താണ് ആ ഒരു ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി 2025 ആകുമ്പോഴും ഓൾറെഡി നിങ്ങൾ ന്യൂസ് കണ്ടിട്ടുണ്ടാവും, ഏകദേശം 75% സർവീസും അല്ലെങ്കിൽ പ്രൊഡക്ട്സൊക്കെ എന്താ ഇ കോമേഴ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ 2025 അപ്പോൾ അതൊരു വലിയൊരു മുന്നേറ്റമാണ് എന്തിന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ തിങ് നിങ്ങളൊരു ബിസിനസ്സിന് സർവീസ് ചെയ്യണം എന്നുള്ളത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് എപ്പോഴും എന്താണ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മാർക്കറ്റ് എപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കൊറോണ സിറ്റുവേഷൻ എടുക്കാൻ ഏറ്റവും കൂടുതൽ റിക്വയർമെൻറ്റ്സ് വന്ന കാര്യം എന്താണ്, നമ്മൾ സാനിറ്റൈസർ, അതുപോലെ നമുക്ക് എന്താണ് മാസ്ക്, അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഇങ്ങനത്തെ പല തിങ്സിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നല്ലേ. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറസ്പോണ്ടിങ് അതിന് സൊല്യൂഷൻസ് വേണം അല്ലേ. അപ്പോൾ സൊല്യൂഷൻസ് വരുമ്പോൾ കറസ്പോണ്ടിങ് നീഡ്സ് വന്നുകൊണ്ടിരിക്കുക, ഓരോ നീഡ്സിന് കറസ്പോണ്ടിങ് ഓരോ സൊല്യൂഷൻസ് വേണം അല്ലേ. അപ്പോൾ ഇൻഫൈനറ്റ് നമ്പർ ഓഫ് നിഷസ് ആണെന്ത് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ. ഇതൊക്കെ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം, അത് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റിന് അങ്ങോട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എന്നോട് ചോദിക്കാൻ പലരും ചോദിക്കാൻ, സാർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താ പറയുക ഇനി അങ്ങനെ ഉണ്ടാവുമോ, എത്ര നാളുണ്ടാവും ഡിജിറ്റൽ മാർക്കറ്റിംഗ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് ഒരിക്കലും ഇല്ലാണ്ടാവുന്നില്ല, മാർക്കറ്റിംഗ് വിൽ നോട്ട് ഡൈ. അപ്പോൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റ് വിൽ നോട്ട് ഡൈ ആസ് നീഡ്സ് ആൻഡ് പ്രൊഡക്ട്സ് കീപ്സ് ഗോയിങ് അപ്പ്. എന്താണ് നീഡ്സും പ്രൊഡക്ട്സും കീപ്സ് ഗോയിങ് അപ്പ് ആണ് എന്താണ് അതെങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം എന്നുള്ളത് കൂടി അവിടെ വരാണ്.
ഓക്കെ, അപ്പോൾ വേൾഡ് ഈസ് മൂവിങ് ടുവേർഡ്സ് ഡിജിറ്റൽ അല്ലേ. ഇപ്പോൾ നിങ്ങൾ തന്നെ കാണാം, നിങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ യൂട്യൂബ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതായിരിക്കും OTT പ്ലാറ്റ്ഫോംസ് ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ കൺസ്യൂമർ ബിഹേവിയർ തന്നെ മാറി. ഇപ്പോൾ നിങ്ങൾ കാലത്ത് എനിറ്റിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നുണ്ട് ഫസ്റ്റ് നിങ്ങൾ ഇമെയിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക്, അങ്ങനത്തെ പല തിങ്സ് നിങ്ങളുടെ കൺസ്യൂമർ അല്ലെങ്കിൽ നിങ്ങളുടെ ബിഹേവിയർ ഓൾറെഡി ചേഞ്ച് ആയി കഴിഞ്ഞു. അപ്പോൾ ഓൾറെഡി എന്താണ് വേൾഡ് എവിടേക്ക് മൂവ് ചെയ്യുന്നത്, ഡിജിറ്റലായി മാറിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയർ ഇസ് ചേഞ്ചിങ്. സോ യു ഹാവ് ടു അഡാപ്റ്റ്. നിങ്ങൾ അതുപോലെ അഡാപ്റ്റബിൾ ആവണം. എന്തിന്? ഈ ഒരു പർട്ടിക്കുലർ തിങ്ങിന്. ഓക്കെ, സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് സിമ്പിളായിട്ട് പറയാനുള്ളത് മാർക്കറ്റിംഗ് പ്ലസ് ടെക്നോളജിയാണ്. എന്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്? മാർക്കറ്റിംഗ് പ്ലസ് ടെക്നോളജി. നിങ്ങൾക്ക് രണ്ട് സെക്ഷൻ ഉണ്ട്, മാർക്കറ്റിംഗ് പറയണം, അതുപോലെ രണ്ടാമത് എന്താ ടെക്നോളജി ആണ്. നിങ്ങൾക്കിപ്പോൾ FB, ഫേസ്ബുക്ക് ആഡ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ അറിയാം, നിങ്ങൾക്ക് SEO ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് എന്തായാലും മാർക്കറ്റിംഗ് അറിയില്ല. ഇതറിയാൻ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റവന്യൂ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ട് കാര്യം ഒരിക്കലും മറക്കരുത്. ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും പല സ്ഥലങ്ങളിലും എന്താ പറയുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നോളജി പഠിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താ, ഫേസ്ബുക്കിൽ എങ്ങനെ പരസ്യം ചെയ്യാം, ഈ എങ്ങനെ ചെയ്യാം, പക്ഷേ അവിടെ എന്ത് പഠിപ്പിക്കുന്നില്ല, മാർക്കറ്റിംഗ് പഠിക്കുന്നില്ല. ഈ രണ്ട് കാര്യം കൂടി ക്ലബ്ബ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ക്ലിയർ ആയോ? സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേ, സിമ്പിളായിട്ടുള്ള ബെസ്റ്റ് വേ ആണ് എന്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിന് കൂടുതൽ അറിയുന്ന മുമ്പ് എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇപ്പോഴും പല ബിസിനസ്സും ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ മാർക്കറ്റിംഗ് ആണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. അപ്പോൾ അതിൽ വരുന്നൊരു കാര്യമാണ് എന്ത്, പ്രിൻറ്റഡ് റേഡിയോ ആഡ്സ്, പ്രിൻ്റ് ആഡ്സ്, TV ആഡ്സ്, മാഗസിൻസ്, തിയേറ്റർ പരസ്യങ്ങൾ, ബിൽ ബോർഡ്സ്, ഹോർഡിങ്സ്, ഇതൊക്കെ വയ്ക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ ഒരു മെയിൻ ഡ്രോബാക്സ് നമുക്ക് എന്തൊക്കെ നോക്കാം. ഓക്കെ, അതിൽ നിന്നാണ് എന്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്കുള്ള നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക എന്തൊക്കെയാണ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെ ഡ്രോബാക്സ് എന്ന്. ഏറ്റവും മെയിൻ തിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് വഴി ചെയ്യുന്ന ഒരു ന്യൂസ് പേപ്പർ ആഡ്സിന് പല കാര്യങ്ങളും നിങ്ങളുടെ ഓഡിയൻസുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻസും കിട്ടുന്നില്ല. എത്ര പേര് കണ്ടുവന്നോ, എത്ര പേര് ആ ഒരു പർട്ടിക്കുലർ തിങ് വഴി നിങ്ങൾക്ക് വന്നു നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ദർ ഇസ് നോ ഇൻട്രാക്ഷൻ വിത്ത് യുവർ ഓഡിയൻസ്. നിങ്ങളുടെ ഓഡിയൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ തീരെ ഇല്ലായ്മയാണ് ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് തിങ് എന്താണ്, ലിറ്റിൽ ബിറ്റ് കോസ്റ്റ്ലി ആണ്, വെരി കോസ്റ്റ്ലി ആണ്. നിങ്ങളൊരു പേപ്പറിൽ ഒരു പരസ്യം പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങളൊരു TV പരസ്യം പോകുന്നതോ റേഡിയോ പരസ്യം എന്തും നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് ചിലവ് ഭയങ്കരമായി കൂടുതലാണ്. അതിൻ്റെ ഒരു 10% മാത്രമേ എന്ത് പറയുള്ളൂ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെൻസ് വരുന്നുള്ളൂ. ഇഫ് യു നോ എഫക്റ്റീവ്ലി ഡൂയിങ്, നിങ്ങൾക്ക് എഫക്റ്റീവ് ചെയ്യാറുമെങ്കിൽ ഏറ്റവും ബെനിഫിറ്റിൽ എന്താണ്, ഏറ്റവും ബെനിഫിറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, അതിന് മൂന്നാമത്തെ കാര്യം ടഫ് ടു മെഷർ ROI എന്താണ്, റിട്ടേൺ ഓഫ് ഇൻ. ഇപ്പോൾ ഞാനൊരു 1000 മുടക്കുകയാണെങ്കിൽ, ഒരു 1 ലക്ഷം മുടക്കുകയാണെങ്കിൽ, ഒരു 5 ലക്ഷം മുടക്കുകയാണെങ്കിൽ, ഒരു 10 ലക്ഷം മുടക്കുകയാണെങ്കിൽ, 1 CR മുടക്കുകയാണെങ്കിൽ എനിക്ക് എത്ര റിട്ടേൺ വരാൻ പറ്റുമെന്നുള്ള കാര്യം, എത്ര റിട്ടേൺ കിട്ടുമെന്നുള്ള കാര്യം ഈ ഡിജിറ്റൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമുക്ക് അവൈലബിൾ അല്ല. ഓക്കെ, ആൻഡ് എന്താ ഡിഫിക്കൽട്ട് ടു റിസീവ് ഫീഡ്ബാക്സ്. അതുപോലെ നമ്മൾ കാണുന്ന ഓഡിയൻസ് കാണുന്ന നമ്മുടെ പരസ്യം കാണുന്നതിൻ്റെ ഫീഡ്ബാക്സും കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ പുവർ കൺവേർഷൻ റേഷ്യോ, കൺവേർട്ട് ആവണം നിങ്ങളുടെ പ്രൊഡക്റ്റിൽ കൺവേർട്ട് ആവുന്ന ആൾക്കാരുടെ ഒരു അളവും അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ കൺവേർഷൻ റേഷ്യോയും ഭയങ്കരമായിട്ട് കുറവാണ്. ഇതൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് എന്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വന്നത്. അപ്പോൾ ഈ ഡ്രോബാക്സ് എല്ലാം ഒരു പോസിറ്റീവ് ആക്കി മാറ്റിക്കൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നത്. അപ്പോൾ എന്താ വെരി ഹൈ ഇൻട്രാക്ഷൻസ് പോസിബിൾ ആണ്, ലെസ് കോസ്റ്റ് ഉള്ളൂ, വെരി ഈസിലി ടു മെഷർ യു ROI, വെരി ഈസി ടു റിസീവ് ദ ഫീഡ്ബാക്സ്, ഹൈ കൺവേർഷൻ റേഷ്യോ. ഇതൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നത് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉള്ളത്. ഇപ്പോൾ നിങ്ങളൊരു കമ്പനി അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് നടത്തുന്ന വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളൊരു ഡിഗ്രി കോഴ്സിനെ വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളൊരു എന്തെങ്കിലും കോഴ്സ് കഴിഞ്ഞ ആൾക്കാരായിരിക്കും. പക്ഷേ നിങ്ങളൊരു ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് കഴിഞ്ഞ ആൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് വി ആർ നോട്ട് അപ്ഡേറ്റ്. നമ്മൾ അപ്ഡേറ്റഡ് അല്ല. നമ്മളെ ഫ്യൂച്ചർ ടൈപ്പിലല്ല നമ്മൾ വർക്ക് ചെയ്യണത്, ഫ്യൂച്ചർ ഓറിയൻറ്റഡ് നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ ഫ്യൂച്ചറുമായിട്ടുള്ള തരത്തിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു കോഴ്സസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ലഭിക്കുന്നത്? ഒന്നാമത്തെ കാര്യമാണെന്ത് ബിക്കം ആൻ ഇൻ ഡിമാൻഡ് പ്രൊഫഷണൽ. എന്താണ് ഇപ്പോൾ കറൻ്റ്ലി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഇപ്പോൾ കേരളം തന്നെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 2000-ന് മുകളിൽ വാക്കൻസീസ് അവൈലബിൾ ആണ്. പക്ഷേ ആ വാക്കൻസി അവൈലബിൾ ആണെങ്കിലും അവിടുത്തെ മെയിൻ ഡ്രോബാക്ക് ഞാൻ അടുത്ത സെക്ഷനിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ബിക്കം ആൻ ഇൻ ഡിമാൻഡ് പ്രൊഫഷണലാണ്. സെക്കൻഡ് ആണ് എന്താ ബെനിഫിറ്റ്സ് ഫോർ മോർ കരിയർ ചോയ്സ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അതൊരു സിംഗിൾ കരിയറില്ല. നിങ്ങൾക്കതിൽ SEO വേണമെങ്കിൽ SEO എക്സ്പെർട്ട് ആവാം, അല്ലെങ്കിൽ SEO എക്സിക്യൂട്ടീവ് ആവാം. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ, ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ്
ഡിഫറെൻറ്റ് സെക്ഷൻസ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് നിൽക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അവൈലബിൾ ആണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങളെ സെയിം അതേ ഏജിലും സെയിം അതേ നിൽക്കുന്ന ആൾക്കാരെയും കൂടുതൽ പേയ്മെൻറ്റും പേ ഔട്ടും നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഇതും കൂടുതലാണ്. നാലാമത്തെ കാര്യം, ഈ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്കൊരു കോഡിങ് സ്കിൽ ഇല്ലെങ്കിൽ പോലും, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു കോഡിങ് സ്കിൽ ഇല്ലെങ്കിൽ പോലും, നിങ്ങൾക്ക് അങ്ങനെ കോഡിംഗ് ഒന്നും വേണ്ട, പ്രോഗ്രാമിംഗ് സ്കിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കോഡിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ ബെറ്റർ ആണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ബിക്കം എ പാർട്ട് ഓഫ് ദി ഗിഗ് എക്കണോമി. ഇനി ഫ്യൂച്ചർ എന്ന് പറയുന്നതാണ് ഫ്രീലാൻസേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്കണോമിക്കാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നതാണ്, നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇൻകം മാത്രം ഉണ്ടാവും, ഒരു ഇൻകം ചാനൽ മാത്രം ഉണ്ടാവും അല്ലേ. നിങ്ങൾക്കൊരു ആക്റ്റീവ് ഇൻകം ചാനൽ മാത്രമേ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്, എനിക്കൊരു പാസീവ് ഇൻകം ചാനൽ ഉണ്ടെങ്കിൽ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേറെ സിറ്റുവേഷൻ വരാണെങ്കിൽ അതുവഴി നിങ്ങൾക്കൊരു ഇൻകം ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു അല്ലേ. അപ്പോൾ ഒരു ഫ്രീലാൻസറായി വർക്ക് ചെയ്യാൻ പറ്റിയ വേറെ കമ്പനിക്ക് വേണ്ടി ക്ലയൻറ്റ് സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ വേറെ കമ്പനിക്ക് വേണ്ടി ഒരു ഫ്രീലാൻസ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു ബെനിഫിറ്റിലാണ്. അതുമല്ലെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ വേറൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കുള്ള ഏതൊരു ബിസിനസ് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നിങ്ങൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് ലഭിക്കാനും പറ്റും. ഓക്കെ, സോ ഇവിടെ കാണിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റ് ജോബ്സ് ഇൻ ഇന്ത്യയിൽ ഡിജിറ്റൽ മാർക്കറ്റ് ജോബ്സ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു കാര്യമാണെന്ത്, ഡിമാൻഡ് എക്സീഡ്സ് സപ്ലൈ ഫോർ ജോബ്സ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് AI. അപ്പോൾ ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്. എന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു പഠിച്ച വ്യക്തികളെ അല്ലെങ്കിൽ ആൾക്കാരെ കൂടുതൽ ആവശ്യമുണ്ട്. പക്ഷേ മെയിൻ ഡ്രോബാക്ക് എന്ന് എന്താണ്, അതിനാവശ്യമായിട്ടുള്ള സപ്ലൈ ഇല്ല, കൊടുക്കാൻ ആൾക്കാരുണ്ട്. പക്ഷേ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരില്ലായ്മയാണ് ഏറ്റവും പ്രശ്നം. അപ്പോൾ നിങ്ങൾ ഏതൊരു ജോബ് എടുത്താലും അവിടുത്തെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരില്ല. സ്കിൽഡ് എങ്ങനെ ഉണ്ടാവുക, നീയുടെ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു പഠിത്തത്തിന് ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് സ്കിൽഡ് എന്ന് പറയില്ലേ. അപ്പോൾ അതില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ സ്കിൽഡായ ആൾക്കാരാണെങ്കിൽ ദർ ഈസ് എ ലോട്ട് ഓഫ് ജോബ്സ് അവൈലബിൾ. ഓക്കെ, ഇഷ്ടംപോലെ ജോബ്സ് അവൈലബിൾ ആണ് ഡിജിറ്റൽ മാർക്കറ്റ് തന്നെ. നിങ്ങൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ പോലും ആ തരത്തിൽ കാണാം, ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നൗക്കരി, ഷൈൻ, ടൈംസ് ജോബ്, മോൺസ്റ്റർ, അവിടെയൊക്കെ ഒരു ആവറേജ് സാലറി പെർ മന്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഓരോ ടൈപ്പിലും ഉള്ള ജോബ്സാണ്. കോണ്ടൻറ്റ് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സെയിൽസ്, ഇമെയിൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, SEO മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ, കറണ്ടുള്ള വാക്കൻസീസും അതിനുള്ള ആവറേജ് സാലറി പെർ മന്താണ്. ഇത് ഇനി അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുള്ളൂ, അതൊരിക്കലും ഡിക്രീസ് ചെയ്യില്ല, അത് കൂടിക്കൊണ്ടിരിക്കുള്ളൂ. പക്ഷേ ഒരു കാര്യം മറക്കരുത്, യു നീഡ് സ്കിൽഡ് ആവണം. ഞാൻ പറഞ്ഞു രണ്ട് കാര്യം, മാർക്കറ്റിങ്ങും ടെക്നോളജിയും ഒരേപോലെ നിങ്ങൾ സ്കിൽഡായി മാത്രമേ യു ബിക്കം എ ഗുഡ് ഡിജിറ്റൽ മാർക്കറ്റർ ആവുള്ളൂ. ഓക്കെ, അടുത്ത് ചോദിക്കാറുണ്ട് എൻ്റെ സ്റ്റുഡൻസും, അതുപോലെ തന്നെ ഞാൻ പല വർക്ക്ഷോപ്പ്സും പലയിടത്തും പങ്കെടുക്കുമ്പോൾ, സാർ എത്ര സാലറി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഞാൻ ജോബ് നോക്കുന്ന വ്യക്തിയാണെങ്കിൽ, എൻ്റെ ഒരു കരിയർ സ്വിച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ എത്രത്തോളം എനിക്ക് സാലറി എക്സ്പെക്റ്റ് ചെയ്യാം? അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഫോർ എ ഫ്രഷർ ആണെങ്കിൽ ഒരു സാലറി സ്റ്റാർട്ട് ഫ്രം ഒരു 3 to 5 lakhs പെർ ഇയർ ആണ്. ഓക്കെ, ഒരു 3 മുതൽ 5 ലക്ഷം പെർ ഇയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സാലറി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കേരളം വെച്ച് പറഞ്ഞില്ല, ഓൾ ഇന്ത്യ ലെവൽ എബ്രോഡായാലും അതിനപ്പുറത്ത് വരും. ഓക്കെ, അപ്പോൾ കേരളത്തിൽ വെച്ചപ്പോൾ ഒരു സാലറി പേ ബാൻഡ് കുറവായിരിക്കും, പക്ഷേ പുറത്താണെങ്കിൽ ഈ ഒരു സ്കിൽഡ് ആണെങ്കിൽ യു ഗെറ്റ് ദിസ് ജോബ്, ഈ ഒരു പേ ബാൻഡ് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും. ഓക്കെ, ഇനി 5 മുതൽ 10 വർഷമാണ് നിങ്ങൾ എക്സ്പീരിയൻസ് എങ്കിൽ നിങ്ങൾക്ക് 12 മുതൽ 20 ലക്ഷം പെർ ഇയർ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് 10 മുതൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് 20 മുതൽ 50 ലക്ഷം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനേക്കാൾ കൂടുതൽ ലഭിക്കുന്ന കൊളീഗ്സ് എനിക്കറിയാം. ഓക്കെ, 1.5 crore 2 crore അടുത്ത് കിട്ടുന്ന ആൾക്കാർ പോലും ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ പേ ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് ജോബിന് താല്പര്യമില്ലാത്ത വ്യക്തികളാണെങ്കിൽ, നിങ്ങൾക്ക് ജോബിന് താല്പര്യമില്ല, യു ക്യാൻ ബിൽഡ് യുവർ ഓൺ ബിസിനസ്, സ്വന്തമായിട്ടൊരു ബിസിനസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതുമല്ല നിങ്ങൾക്കൊരു സൈഡ് ബിസിനസ് പോലെ ഒരു പാസീവ് ഇൻകം എന്ന പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലോഗിങ്ങോ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങോ ഇ-കോമേഴ്സ് മാർക്കറ്റിങ്ങോ ഇങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി അതുമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 10 അല്ലെങ്കിൽ 2 3 ക്ലയൻസിനെ കൺസൾട്ടേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ജോബ് നോക്കാത്ത ആൾക്കാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇനി ആർക്കൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം? ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പ്രത്യേകിച്ചൊരു സ്കില്ലൊന്നും വേണ്ട. എൻ്റെ കാര്യം എടുക്കാൻ ഞാൻ ശ്രീരേഷ് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു MTech ആണ് കഴിഞ്ഞത്, ഞാൻ ഇലക്ട്രോണിക്സ് ആണ് BTech എടുത്തിരുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം മാർക്കറ്റിങ്ങിനോടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് ഞാൻ ഇറങ്ങിയത്. ഓക്കെ, അപ്പോൾ എൻ്റെ ബേസ് നോക്കുക തന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫീൽഡ്, അപ്പോൾ ഇൻട്രസ്റ്റ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇത് പഠിക്കാൻ പറ്റും. എനിവൻ ക്യാനിലാണ്, ആർക്ക് പഠിക്കാൻ പറ്റും. ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട്
ഉണ്ടോ, അല്ലെങ്കിൽ ബി ടെക് കഴിഞ്ഞ ആൾക്കാർ മാത്രം, അല്ലെങ്കിൽ BSc സയൻസ് കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രം പഠിക്കാൻ പറ്റുന്നില്ല. ആർക്കും വേണമെങ്കിൽ പഠിക്കാം. ഈവൻ ആഫ്റ്റർ നിങ്ങൾക്കൊരു 12th നിങ്ങൾക്കൊരു എനി ഡിഗ്രി അല്ലെങ്കിൽ ഏത് ഏജ് വേണമെങ്കിൽ പഠിക്കാം. നിങ്ങൾക്ക് 60 വയസ്സും 60 വയസ്സും അങ്ങനെ പഠിക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഏത് ഏജിലുള്ള ആൾക്കാർക്കും 12th അത്യാവശ്യം നോളജ് വേണ്ട, അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാൻ അറിയണം, അത്യാവശ്യം ഇംഗ്ലീഷ് പറയാൻ അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം വായിച്ചും മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ആ സ്കിൽ ധാരാളമാണ് നിങ്ങൾക്ക് എന്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്. ഓക്കെ, ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ പഠിക്കാൻ പറ്റും? ഒന്നെങ്കിൽ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, സെൽഫ് ലേൺ ചെയ്ത് സ്വന്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനൊക്കെ സ്വന്തമായിട്ട് പഠിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. ഓക്കെ, പക്ഷേ ദ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് പല യൂട്യൂബിലെ കോണ്ടൻറ്റ്, ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബ് കോണ്ടന്റ് പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, മേ ബി ഫ്യൂച്ചറിൽ ഈ കോണ്ടൻറ്റ് ഔട്ട്ഡേറ്റഡ് ആവും, മേ ബി പറയാൻ പറ്റില്ല. അപ്പോൾ ദ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ കോണ്ടൻറ്റ്സ് ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇത് കണ്ട് നിങ്ങളൊരു വർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ഇതിൻ്റെ ഒരു വർക്ക് നിങ്ങൾ സൈഡിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ സെയിം ഇൻ്റർഫേസ് ആവില്ല. കാരണം ഡിജിറ്റൽ വേൾഡ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ മേ ബി യു നീഡ് എ മെൻറ്റർ, ഒരു മെൻറ്റർ വേണ്ടി നിങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മെൻറ്റർ നിങ്ങൾക്ക് വേണ്ടി വരും. മൂന്നാമത്തെ കാര്യം എന്താ, ബുക്സ് നോക്കി പഠിക്കുക. മാർക്കറ്റിംഗ് കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ബുക്സ് നോക്കി പഠിക്കാം, പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ നിങ്ങൾക്ക് ബുക്സ് നോക്കി പഠിക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം എന്താ, ഡിജിറ്റൽ വേൾഡ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇന്നെടുക്കുന്ന നാളെ കുറച്ച് മാറ്റം വരാം, പറയാൻ പറ്റില്ല. ഓക്കെ, സോ യു ക്യാൻ ചൂസ് എ കോഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ചൂസ് ചെയ്യാം. പക്ഷേ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഡോണ്ട് ചൂസ് ഫ്രം എ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഒരു ഫാക്കൾട്ടി ബേസ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ഇത് നോക്കാണ്ട് അവർക്ക് എന്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് എന്തൊക്കെ നോളേജ് ഉണ്ട്. യു നീഡ് ടു സ്റ്റഡി ഫ്രം എക്സ്പെർട്ട് ഓൺലി നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. കാരണം അവരുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബെനിഫിറ്റ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഒരു സെഷനിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ക്ലിക്ക് ഓൺ സബ്സ്ക്രൈബ്, ക്ലിക്ക് ബെല്ലൈക്കൻ. നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡു കമൻറ്റ്, നിങ്ങൾക്ക് എന്തൊക്കെ ടോപ്പിക്സാണ് വേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, പ്ലീസ് ഡു കമൻറ്റ് ഓൺ മൈ യൂട്യൂബ്. കറസ്പോണ്ടിങ് ഞാൻ എന്ത് ചെയ്യും, ആ ടോപ്പിക്സും കവർ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ബൈ.